വെൽക്കം എവരി വൺ. നമ്മൾ ഇന്നത്തെ ഇലക്ട്രോമാഗ്നറ്റിക്സിൻ്റെ ഈ ട്യൂട്ടോറിയലിൽ ചെക്ക് ചെയ്യുന്നത് ആംബിയൻറ്റ് സർക്യൂട്ട് ലോയും അതിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസും പ്രോബ്ലംസും ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആംബിയൻറ്റ് സർക്യൂട്ട് ലോയിലേക്ക് പോവാം. സോ ഈ ആംബിയൻറ്റ് ലോ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഓർമ്മയുണ്ടാവും ഗോസസ് ലോ യൂസ് ചെയ്ത് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി പല കോംപ്ലക്സ് ആയിട്ടുള്ള കേസുകളും വളരെ എളുപ്പം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സിമിലർലി മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ അതിന് ഇക്വലൻ്റ് ആയിട്ട് വരുന്ന ലോയാണ് ആംബിയൻറ്റ് സർക്യൂട്ട് ലോ. സോ ആദ്യം അതിൻ്റെ എക്സ്പ്രഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. എക്സ്പ്രഷൻ വഴി അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലേക്കും പോവാം. ഇൻ്റഗ്രൽ, അതായത് ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ H.dl ഈക്വൽ ടു I, റൈറ്റ്. സോ ഇനി ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഫോമിലേക്ക് പോവാം. ദ ലൈൻ ഇൻ്റഗ്രൽ of magnetic field intensity H around a closed path is exactly equal to the direct current enclosed by that path. So അതായത് the line integral of magnetic field intensity H, right, H around a closed path is exactly equal to the direct current enclosed by that path. സോ അതാണ് എക്സ്പ്രഷൻ ഫോമിൽ തന്നിരിക്കുന്നത്. ലൈൻ ഇൻ്റഗ്രൽ ഓഫ് H.dl ഈക്വൽ ടു I ആയിട്ടും തന്നിരുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ പ്രൂഫിലേക്ക് പോവാം. സോ ഇതിൻ്റെ പ്രൂഫിന് വേണ്ടി ഞാനൊരു ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ എടുത്തിട്ടുണ്ട്. അവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തു. അത് Z ആക്സിസിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്, റൈറ്റ്. സോ ഈ കണ്ടക്ടറിനെ എൻക്ലോസ് ചെയ്യുന്ന രീതിയിൽ ഞാനൊരു സർക്കുലർ പാത്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ റേഡിയസ് R ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. സിമിലർലി R ഡിസ്റ്റൻസ് മാറി ഞാനൊരു പോയിന്റ് Pയും ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ഡിഫറൻഷ്യൽ ലെന്ത് ഞാൻ DL ആയിട്ട് ഡിനോട്ട് ചെയ്യുകയാണ്. ആ DL R കോൺസ്റ്റൻ്റ് ആണ്. സിമിലർലി Z കോൺസ്റ്റൻ്റ് ആണ്, Z ഫിക്സ്ഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ വേരി ചെയ്യുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ, R_d∅ മാത്രമായിരിക്കും, റൈറ്റ്. ഡിഫറൻഷ്യൽ ലെന്ത് R_d∅ മാത്രം വേരി ചെയ്യും. അവിടുത്തെ യൂണിറ്റ് വെക്ടർ A∅ ആണ്, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഫ്രം ബയോട്ട്-സവാർട്ട് ലോ, ഇത് ഇൻഫിനിറ്റ് ലൈൻ കണ്ടക്ടറിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമ്മൾ ബയോട്ട്-സവാർട്ട് ലോയിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് വരുന്നത് I/2πr എന്നാണ്. I/2πr A∅ എന്നാണ്. അപ്പോൾ സോ ഇനി ഇവിടെ H.dl ചെക്ക് ചെയ്യാം. H.dl ഈക്വൽ ടു I/2πr ഇൻറ്റു R_d∅, റൈറ്റ്. A∅ എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ H.dl ഈക്വൽ ടു I/2πr R_d∅, ദാറ്റ് ഈസ് ഈക്വൽ ടു I/2π. ഇനി നമുക്കിതൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കാം കംപ്ലീറ്റ് പാത്തിലായിട്ട്. സോ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് H.dl ഈക്വൽ ടു I/2π d∅ ഇവിടെ ഉണ്ട്. സോ ഇൻ്റഗ്രൽ d∅ വിത്ത് ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ 0 to 2π. ഫൈ ആണ് വേരി ചെയ്യുന്ന എലമെൻറ്റ്. So that is I/2π into 2π minus 0. That is 2π എന്ന് വരും. 2πയും 2πയും ക്യാൻസൽ ചെയ്യുന്നു, I ആയിട്ട് വന്നു. സോ അങ്ങനെ നമുക്ക് ആംബിയൻറ്റ് സർക്യൂട്ട് ലോ പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ നോക്കേണ്ട ഒരു കാര്യം, ഈ പാത്ത് എന്ന് പറയുന്നത് ഇതിൽ ചെയ്ത കണക്ക് പെർഫെക്റ്റ്ലി സർക്കുലർ തന്നെ ആവണമെന്നില്ല. ഏതെങ്കിലും ഒരു റെഗുലർ ഷേപ്പിലുള്ള ഒരു ക്ലോസ്ഡ് പാത്താണെങ്കിലും ഈ ലോ വാലിഡ് ആണ് എന്നുള്ള കാര്യവും. ബട്ട് റിമെമ്പർ ചെയ്യേണ്ട ഒരു കാര്യം, ഈ പാത്തിൽ കൂടെ പോകുന്ന കറണ്ട്, അതായത് ഈ കണ്ടക്ടർ എൻക്ലോസ് ചെയ്തിരിക്കുന്ന കറണ്ട് ഡയറക്റ്റ് കറണ്ട് ആയിരിക്കണം എന്നുള്ള കാര്യവുമാണ്, റൈറ്റ്. നെക്സ്റ്റ് നമുക്ക് ആംബിയൻറ്റ് ലോയുടെ ആപ്ലിക്കേഷനിലേക്ക് പോകാം. ആദ്യം ഒരു ഇൻഫിനിറ്റ് ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ ഈ ആംബിയൻറ്റ് സർക്യൂട്ട് ലോ വെച്ച് തന്നെ നമുക്കൊന്ന് ഡെറൈവ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ പ്രൂവ് ചെയ്ത് നോക്കാം. സോ ആംബിയൻറ്റ് സർക്യൂട്ട് ലോയുടെ ഒരു ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഞാനൊരു ഇൻഫിനിറ്റ് ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ എടുത്തിട്ടുണ്ട്. അതിൽ കൂടെ പോകുന്ന കറണ്ട് I ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ലൈ ചെയ്യുന്നത് Z ആക്സിസിലാണെന്നാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ ഈ കണ്ടക്ടറിനെ എൻക്ലോസ് ചെയ്യുന്ന രീതിയിൽ ഒരു സർക്കുലർ ലൂപ്പും ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം ഒരു പോയിന്റ് P എടുത്തിട്ടുണ്ട്. ഈ പോയിന്റ് Pയിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് നമുക്ക് ആക്ച്വലി ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. സിമിലർലി റേഡിയസ് R ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. പോയിന്റ് P എന്ന് പറയുന്നത് R ഡിസ്റ്റൻസ് മാറിയാണ് ഇരിക്കുന്നതെന്നുള്ളതും മാർക്ക് ചെയ്തിട്ടുണ്ട്.
സോ ലാസ്റ്റ് നമുക്കറിയാം എച്ച് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ആർ, റേഡിയസിന് ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിനോടൊപ്പം ഇത് എപ്പോഴും ടാൻജൻഷ്യലും ആയിരിക്കും, റൈറ്റ്. അങ്ങനെ ടാൻജൻഷ്യൽ ആയിട്ടുള്ള കമ്പോണൻറ്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് A5 എന്ന്, റൈറ്റ്. ഇതിനോടൊപ്പം ഓർക്കേണ്ടത് എച്ചിന് ഇവിടെ A5 എന്ന് പറയുന്ന കമ്പോണൻറ്റ് മാത്രമേ കാണത്തുള്ളൂ. കാരണം നേരത്തെ മെൻഷൻ ചെയ്ത കണക്ക് Z=0 പ്ലെയിനിലാണ് ഇരിക്കുന്നത്. സിമിലർലി റേഡിയസ് കോൺസ്റ്റൻറ്റുമാണ്, റൈറ്റ്. സോ ഈ പാത്തിൽ ഒരു ചെറിയ ലെന്താണ് ഞാനിവിടെ എടുക്കുന്നത്. DL ആയിട്ട് അതിനെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഡിഫറൻഷ്യൽ ലെന്തിനെ DL ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് DL-നെ DL = R × d5 A5 ആയിട്ട് എനിക്ക് ഡിനോട്ട് ചെയ്യാം, റൈറ്റ്. ഇനി അതിനോടൊപ്പം തന്നെ നേരത്തെ തന്നെ പറഞ്ഞു മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി H എന്ന് പറയുന്നത് ഇവിടെ 5 കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ. കാരണം R കോൺസ്റ്റൻ്റ് ആണ്, Z എന്ന് പറയുന്നത് 0-ലാണ് ഇരിക്കുന്നത്. സോ H.dl, റൈറ്റ്. അതിനു മുമ്പ് നമുക്ക് ആംബിയസ് സർക്യൂട്ടല്ലോ അറിയാം. ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ H.dl = I ആണെന്നറിയാം. സോ അതിനുവേണ്ടി എച്ചും DL-ഉം ഇപ്പം നമ്മൾ നോട്ട് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് H.dl നോക്കാം. A5 എന്ന് പറയുന്നത് 1 ആണ്. സോ H5 R d5 ആയിട്ട് മാത്രം ഇത് മാറും, H.dl, റൈറ്റ്. ഇനി ഇത് ഇൻ്റഗ്രേഷനാണ് ചെയ്യേണ്ടത്. ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ടത് phi = 5 വേരിയേഷൻ എന്ന് പറയുന്നത് 0 to 2π ആണ്. കംപ്ലീറ്റ് സർക്കുലർ ലൂപ്പ് എടുക്കുമ്പം 0 to 2π ആണ്. സോ phi = 0 to 2π H5 R എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇൻ്റഗ്രേഷന് ഔട്ട്സൈഡായിട്ട് എടുക്കാം. സോ H5 d5 ആയിട്ട് വന്നു. ദാറ്റ് ഈസ് H5-യും ഇൻഫാക്ട് കോൺസ്റ്റൻ്റ് ആണ്. സോ H5 R d5-നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 5 കിട്ടി വിത്ത് ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ 0 to 2π. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു H5 R × 2π. ദാറ്റ് ഈസ് ഇവിടെ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആംബിയസ് സർക്യൂട്ടൽ ലോ വെച്ചിട്ട് ഇത് = I ആണ്. സോ എനിക്കിവിടെ I ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മീനിങ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി H5 = I/2πr, റൈറ്റ്. ഈ പോയിന്റിൽ H എന്ന് പറയുന്നത് H = H5 A5 ആണ്, റൈറ്റ്. അതാണ് ഇപ്പോൾ നമ്മൾ ഡെറൈവ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് = I/2πr A5, റൈറ്റ്. ഇവിടെ A5 കമ്പോണൻറ്റിലാണ് നമ്മളിത് ചെയ്തു പോകുന്നത്. അപ്പോൾ A5യും കൂടെ യൂസ് ചെയ്യാം, റൈറ്റ്. സോ അങ്ങനെ നമുക്ക് ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയും. മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു സ്ട്രെയിറ്റ് കണ്ടക്ടർ. സോ നെക്സ്റ്റ് ഒരു പ്രോബ്ലത്തിലേക്ക് പോകാം. ഇൻ ദ റീജിയൻ 0 r 0.5 meter ഇൻ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ദ കറണ്ട് ഡെൻസിറ്റി ഈസ് J = 4.5 e⁻²r AZ Ampere/meter² and J = 0 elsewhere. Find H using Ampere's circuited law, റൈറ്റ്. സോ ഇവിടെ കറണ്ട് ഡെൻസിറ്റി തരുന്നുണ്ട്. നമുക്ക് ആംബിയസ് സർക്യൂട്ടൽ ലോ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ മാർക്ക് ചെയ്യാണ്. ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ H.dl = കറണ്ട്, റൈറ്റ്. ഡയറക്റ്റ് കറണ്ട് I ആണെന്നറിയാം. അപ്പം അതിന് വേണ്ടത് നമുക്ക് I ഫസ്റ്റ് ഓഫ് ഓൾ വേണം, എച്ചും DL-ഉം ആണ്, റൈറ്റ്. സോ ഇതിൽ I നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി കറണ്ട് ഡെൻസിറ്റിയാണ് തരുന്നത്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. I = സർഫസ് ഇൻ്റഗ്രൽ ഓഫ് J.ds, റൈറ്റ്. ഇവിടെ DS ചെക്ക് ചെയ്യുമ്പം AZ കമ്പോണൻറ്റിന് നോർമലായിട്ടാണ് കറണ്ട് ഡെൻസിറ്റി വരുന്നത്. സോ നമുക്കറിയാം സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലെ ഡിഫറൻഷ്യൽ ലെൻസ് എന്ന് പറയുന്നത് DR R d5 ആൻഡ് DZ ആണ്. അപ്പം ഇത് രണ്ടുമാണ് നമ്മൾ എടുക്കേണ്ടത്, DR.R d5. അത് AZ കമ്പോണൻറ്റ് നോർമൽ ആയതുകൊണ്ട്. സോ I = ഡബിൾ ഇൻ്റഗ്രൽ ആദ്യം 5 വേരിയേഷൻ നമുക്ക് ചെക്ക് ചെയ്യാം. 5 = 0 മുതൽ 2π വരെ വേരി ചെയ്യിക്കും. സിമിലർലി നെക്സ്റ്റ് എന്ന് പറയുന്നത് R ആണ്, റൈറ്റ്. R വേരി ചെയ്യുന്ന 0 to 0.5 മീറ്റർ ആയിട്ടും മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ 0 to 0.5 4.5 e⁻²r, റൈറ്റ്. e⁻²r AZ, റൈറ്റ്. AZ ഡോട്ട് DS എന്ന് പറയുന്നത് DR R d5 AZ, റൈറ്റ്. ഇവിടെ AZ-ഉം കൂടെ ഉണ്ട്. സോ ഇനി നമുക്കിത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു
4.5 കോൺസ്റ്റൻ്റ് ആണ്. 4.5 ഇൻ്റഗ്രൽ ഫൈ ഈക്വൽ ടു 0 to 2 pi r equal to 0 to 0.5 r e raised to minus 2r dr d phi. റൈറ്റ്, ഇനി നമുക്കിത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ച് ചെയ്യാം. 4.5 ഇൻ്റഗ്രൽ ഫൈ ഈക്വൽ ടു 0 to 2 pi d phi. നെക്സ്റ്റ് ബ്രാക്കറ്റിനകത്ത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ സെക്കൻഡ് റൈറ്റ് വിത്ത് ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ 0 to r. സോ ഇനി അടുത്ത റൗണ്ട് ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ 4.5 ഇത് കറസ്പോണ്ടിംഗ്ലി ഡി ഫൈൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 5 വന്നു. ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ 2 pi മൈനസ് 0 എന്നാണ്. സോ 2 pi വന്നു. നെക്സ്റ്റ് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. r ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2r ഇ റേസ് ടു മൈനസ് 2r ബൈ മൈനസ് 2 റൈറ്റ്. നെക്സ്റ്റ് ഇൻ്റഗ്രൽ റൈറ്റ്. ഈ ഇൻ്റഗ്രേഷൻ ഞാൻ ചെയ്യാണ്. ഇ റേസ് ടു മൈനസ് 2r അത് ചെയ്യുമ്പോൾ ഇ റേസ് ടു മൈനസ് 2r ബൈ മൈനസ് 2. അതിനോടൊപ്പം മുകളിൽ ഈ ഇൻ്റഗ്രേഷനും കൂടെ ഉണ്ടായിരുന്നു ഡി ആർ റൈറ്റ് വിത്ത് ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ 0 to r. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4.5 ഇൻറ്റു 2 ഈസ് 9 pi ഇൻറ്റു r ഇ റേസ് ടു മൈനസ് 2r ബൈ മൈനസ് 2 മൈനസ് അഗെയിൻ ഇവിടെ ഒരു മൈനസ് 1/2 എടുക്കാം. അപ്പോൾ പ്ലസ് 1/2 ഇ റേസ് ടു മൈനസ് 2r ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു മൈനസ് 2r ബൈ മൈനസ് 2 right with the limits of integration 0 to r. So that is equal to 9 pi into r e raised to minus 2r by minus 2 plus 1/2 into minus 1/2. Next ഇവിടെ ലിമിറ്റ് അപ്പർ ലിമിറ്റ് അപ്ലൈ ആണ്. ഇ റേസ് ടു മൈനസ് 2r നെക്സ്റ്റ് മൈനസ് ഇ റേസ് ടു 0 ഈസ് 1 റൈറ്റ്. നെക്സ്റ്റ് ഞാൻ 4 ഔട്ട് സൈഡ് ആയിട്ട് എടുക്കുകയാണ്. ദാറ്റ് ഈസ് 9 pi by 4. ഇവിടെ ഞാൻ 4 എടുക്കുമ്പം മൈനസ് 2r ഇ റേസ് ടു മൈനസ് 2r മൈനസ് ഇ റേസ് ടു മൈനസ് 2r പ്ലസ് 1 റൈറ്റ് ആംബിയസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ റേഡിയസ് 0.5 മീറ്റർ വരെയാണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഫോർ r ഈക്വൽ ടു 0.5 മീറ്റർ ഐ ഈക്വൽ ടു ആറിന് 0.5 ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്നത് r എന്ന് പറയുന്ന ഒരേ ഒരു വേരിയബിൾ മാത്രമേ ഉള്ളൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്ന 1.8676 ആംബിയസ് ആയിട്ട് ഒപ്റ്റെയിൻ ചെയ്യും ഐ കറൻറ്റ്. നെക്സ്റ്റ് നമുക്ക് ആംബിയസ് സർക്യൂട്ടർ ലോ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ദാറ്റ് ഈസ് സർഫ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് എച്ച് ഡോട്ട് ഡി എൽ ഈക്വൽ ടു ഐ റൈറ്റ്. ഇപ്പം ഇവിടെ വേരി ചെയ്യുന്നത് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ആണ്. കറണ്ട് ഡെൻസിറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്, റേഡിയസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ വേരി ചെയ്യുന്ന എലമെൻറ്റ് നേരത്തെ തന്നെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. 5 ആയിട്ടാണ് വേരി ആവുന്നത്. സോ 5 ഈക്വൽ ടു 0 to 2 pi h5 റൈറ്റ്. ഡി എൽ ഈക്വൽ ടു എന്ന് പറയുന്നത് ആർ ഡി ഫൈ ആവും. സോ ആർ ഡി ഫൈ ഈക്വൽ ടു ഐ. സോ അത് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു ഫൈ ആണ്. സോ ആർ എച്ച് ഫൈ കോൺസ്റ്റൻ്റ് ആണ്. ഇൻ്റഗ്രൽ ഫൈ ഈക്വൽ ടു 0 to 2 pi ഡി ഫൈ ഈക്വൽ ടു ഐ നമ്മളിപ്പോൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞു 1.8676. സോ അതിൽ നിന്ന് എച്ച് ഫൈ നമുക്ക് നോട്ട് ചെയ്യാം. എച്ച് ഫൈ ഈക്വൽ ടു 1.8676 ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ ഡി ഫൈ. ഡി ഫൈ ഈസ് 2 pi ആയിട്ട് വരും. 2 pi ഇൻറ്റു ആർ. ആറ് ക്വസ്റ്റ്യനിൽ തരുന്നുണ്ട്, അല്ലെങ്കിൽ 2 pi r ആയിട്ട് തന്നെ നമുക്ക് ഡിനോട്ട് ചെയ്യാം. സോ 1.8676 ബൈ 2 pi r എന്ന് വന്നു. ഇത് ഡിവൈഡഡ് ബൈ 2 pi ചെയ്യുമ്പോൾ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്നത് 0.9722 ബൈ r എന്ന് ഒപ്റ്റെയിൻ ചെയ്യും. h5 റൈറ്റ്. ദാറ്റ് ഈസ് h ഈക്വൽ ടു 0.297722 ബൈ r
5 ആംബിയസ് പെർ മീറ്റർ ആയിട്ട് ഫൈനൽ ആൻസർ ഒബ്റ്റെയിൻ ചെയ്യും. ഓർക്കുക, ഫോർ ആർ ഗ്രേറ്റർ ദാൻ 0.5 മീറ്റർ. റൈറ്റ്. സോ ഇലക്ട്രോമാഗ്നറ്റിക്സിൻ്റെ മറ്റൊരു ട്യൂട്ടോറിയലായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.